കണ്ണൂർ പഴയങ്ങാടിയിൽ ചൂയിംഗം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായ യുവാക്കൾ. കണ്ണൂർ പഴയങ്ങാടിയിൽ ചൂയിംഗം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായ യുവാക്കൾ പ്രഥമ ശുശ്രൂഷ നൽകിയാണ് രക്ഷപ്പെടുത്തിയത്. റോഡിൽ സൈക്കിളിൽ എത്തിയ പെൺകുട്ടിയുടെ തൊണ്ടയിൽ അബദ്ധത്തിൽ ചൂയിംഗം കുടുങ്ങുകയായിരുന്നു. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കണ്ടതൊരു എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്. അവിടെയുള്ള ചെറുപ്പക്കാർ വളരെ കൃത്യമായിട്ട് അത് ഇടപെട്ടത് കൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ അവർക്കത് കഴിഞ്ഞു. എന്തായാലും അഭിനന്ദനങ്ങൾ. അല്ല, നമുക്കറിയാം നമ്മൾ ചില സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ നോർമലി പാനിക് ആവാറുണ്ട്. നോർമലി അത് എന്താ പറയുക, ഓരോ ആളുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ കൂടെ ചില സിറ്റുവേഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളും അവിടെ വെപ്രാളപ്പെടുകയും എന്താണ് നമ്മളൊക്കെ അവിടെ ആക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരില്ല. അപ്പം ഈ സിറ്റുവേഷൻ അല്ലേ, അപ്പോൾ അവർ മാനേജ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ എന്താ പറയുക, ഇന്നത്തെ ഈ ഒരു സെഷനിൽ എൻ്റെ വിഷ്വൽസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ആവട്ടെ, അത് നമ്മൾ കഴിക്കുന്ന എന്തും ആവട്ടെ, തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താറുണ്ട്, ചുമക്കാറുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആണ് ചുമച്ച് നോക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്തുള്ള ആളോട് നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് തട്ടിക്കൊടുക്കുക. ഇതുപോലെ 4 പ്രാവശ്യം എന്ത് ചെയ്യുക, പുറത്ത് തട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെയ്തതുപോലെ ആളുടെ പൊക്കിളിന് മുകളിലായിട്ട് നമ്മുടെ കൈ ചുരുട്ടി പിടിച്ച് വെച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാല് വെച്ചതിന് ശേഷം മുകളിലോട്ട് പുറകോട്ടേക്ക് പോയിട്ട് പ്രഷർ കൊടുക്കുക. ആ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യും. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ശരിക്കും നിൽക്കുന്നുണ്ട്, പുറത്തോട്ടേക്ക് എന്ത് ചെയ്യും, ഉള്ളിലുള്ള പദാർത്ഥം പുറത്തോട്ടേക്ക് എന്ത് ചെയ്യും, തെറിച്ചു പോകുന്നതാണ്. അപ്പം ഇങ്ങനെ വളരെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സാധാരണ തൊണ്ടയിൽ കുടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ത്, നമ്മൾ കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കിടത്തിയിട്ട് പുറത്ത് എന്ത് ചെയ്യുക, ഈ രീതിയിൽ നമ്മൾ തട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ തല താഴ്ത്തി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, തിരിച്ച് പുറത്തോട്ടേക്ക് പോകും. അപ്പോൾ കുറച്ചുകൂടെ വലിയ ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എന്ത് ചെയ്യുക മെത്തേഡിൽ കാല് വെച്ചതിന് ശേഷം ആളെ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് നിർത്തുക. കൈ എന്ത് ചെയ്യുക, നല്ല പൊക്കിൾ മുകളിലേക്ക് വെക്കുക. ഈ മെത്തേഡിൽ പ്രഷർ കൊടുക്കുക. മുകളിലോട്ടേക്കും പുറകോട്ടേക്കുമായിട്ട് ഒരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, ഉള്ളിലെ പദാർത്ഥം പുറത്തോട്ടേക്ക് എത്തിച്ച് പോകുന്ന രീതിയിൽ കഫ് ചെയ്യും. അപ്പോൾ ഇതിലും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആളെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അടുത്ത ഹോസ്പിറ്റലിലോട്ടേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്വാസം കുടുങ്ങി കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് പോകാനുള്ള സാധ്യത. കുഴഞ്ഞു വീഴാതിരിക്കാൻ വീഴുന്ന സമയത്ത് അതോ ഇൻ കേസ് വീഴുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാല് ഇവിടെ സപ്പോർട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അല്ലേ, നമ്മൾ കണ്ടു, ആ ന്യൂസും കണ്ടു, ഇപ്പോഴത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. ആ വീഡിയോ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ആ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് ഇത് തന്നെയാണ്. നമ്മൾ ആളെ പെട്ടെന്ന് വേറെ അങ്ങോട്ടേക്ക് മാറ്റാനോ അല്ലെ വേറെ എവിടെയെങ്കിലും എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ ഒന്നുമല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. ഇമ്മീഡിയറ്റ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ നമ്മളത് ആ സമയം നമ്മൾ എന്ത് ചെയ്യണത് മാനേജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിന് സിറ്റുവേഷൻ അനുസരിച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റിൽ വരുന്നത്. അല്ലാതെ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എമർജൻസി സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജ് ചെയ്യണം. അതിന് നമ്മൾ ഈ പറയുന്ന മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അല്ലെ, ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ചൂയിങ്ങാണ്, ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, ചില കോപ്പിക പോലെയുള്ള ഉണ്ടായ അധികം തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുള്ള കുറച്ച് വലുപ്പമുള്ളതാണ്. പല സിറ്റുവേഷൻസാണ്, എന്തും ആവട്ടോ, അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ. അപ്പം അതിനെ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതിന് മാനേജ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ആ മാനേജ്മെൻറ്റാണ് നമ്മൾ ഇത് ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ടത്, നമ്മളവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതും സെയിം സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ പാനിക് ആവാതെ നമ്മൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ നമ്മൾ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്ത് എന്താ പറയുക, ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് എന്താ പറയുക ന്യൂസുകൾ, ഇതിപ്പോൾ ഇന്ന് വന്ന ന്യൂസാണ്,
അപ്പം ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, തൊണ്ടയിൽ കുടുങ്ങിയതും. അപ്പം അത് ചെറിയ കുട്ടിയാണെങ്കിലും ഒക്കെ നമുക്കത് എന്താ പറയുക, നമ്മുടെ കുട്ടിയെ എടുത്ത് നമുക്കത് ഈസിലി അത് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.